ഹലോ വെൽക്കം ബാക്ക് വീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കിടിലൻ ഹാങ്ങിങ് ലൈറ്റ് ആണ് ചെയ്യുന്നത്. ഈ ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. നമുക്ക് വളരെ വിലക്കുറവിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും നീട്ടാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വിനീഷ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളൊരു PVC പൈപ്പ് കൊണ്ടാണ്, ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കൊണ്ടാണ് നമ്മുടെ ലൈറ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ മെഷീനറീസ് വലുതായിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു ആംഗിൾ ഗ്രൈൻഡർ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു കുപ്പി സ്പ്രേ പെയിൻറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന 40 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഒരു 4 ഇഞ്ച് ഡയമീറ്ററുള്ള സാധാ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കട്ടി കുറഞ്ഞൊരു പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമുക്കിനി അത് മാർക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ടൊരു പേപ്പർ ഒന്ന് റോൾ ചെയ്ത് പിടിച്ചാൽ നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അവിടുന്ന് അപ്പോൾ പൈപ്പിൻ്റെ എൻഡിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ മാറ്റി ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ പേപ്പർ അറ്റത്തോട്ട് മാറ്റി പിടിച്ചാൽ നമുക്ക് അപ്പുറത്തെ എൻഡും ഒരു 5 സെൻറ്റിമീറ്റർ മാറ്റി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് പിടിക്കുന്നത് കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വരയ്ക്കൊരു വളവോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പർ റോൾ ചെയ്ത് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പൈപ്പിൻ്റെ നമ്മൾ പേപ്പർ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ കറക്റ്റ് പൈപ്പിൻ്റെ സെൻറ്റർ ലൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സോ അതിനുശേഷം നമ്മുടെ ഈ കട്ട് ചെയ്യേണ്ട പോർഷൻസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഒരു സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നിങ്ങളുടെ പീസ് കട്ട് ചെയ്യണമോ അതേ സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് ഇത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഓരോ കട്ട് പീസും ഓരോ സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ടായിരിക്കും. സോ അങ്ങനെ നമുക്ക് മുഴുവൻ മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആംഗിൾ ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യാം. സോ ആംഗിൾ ഗ്രൈൻഡർ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു ബ്ലേഡുമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുക. ഒരു അഡൾട്ട് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ. സോ കെയർഫുള്ളായിട്ട് അത് മുഴുവൻ കട്ട് ചെയ്യുക. അപ്പോൾ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നിറയെ പൊടിയാണ്. സോ ഒരു മാസ്ക് കൂടെ ബെറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രൈൻഡർ കൊണ്ട് മുഴുവൻ നമ്മുടെ മാർക്കിംഗ് ലൈനിൽ കൂടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ പീസും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വളച്ചു കൊടുക്കാം. കട്ട് പീസിൻ്റെ എൻഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ കട്ടിയില്ലാത്തതുകൊണ്ട് നല്ല ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളയ്ക്കാൻ ഈസി ആയിരിക്കും. സോ എല്ലാ സൈഡും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പുറം സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. കട്ടിംഗ് പാഡ് വെച്ച് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള PVC പൈപ്പാണ്. നമ്മൾ കട്ടി കുറഞ്ഞത് എടുത്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വളയ്ക്കാൻ പറ്റും. കട്ടി കൂടിയ പൈപ്പ് കൊണ്ട് നമുക്കിത് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. സോ എപ്പോഴും ഇതിന് കട്ടി കുറഞ്ഞ പൈപ്പ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. മുഴുവൻ സൈഡും വളച്ചതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഷേപ്പിലേക്ക് വരുന്നതാണ്. അപ്പം എല്ലാ സൈഡും ഒരു അൺഈവൻ ഷേപ്പിലിരിക്കുന്നതാണ്. നമുക്കതൊന്ന് ചൂടാക്കിയാൽ ആ സൈസിൽ അങ്ങനെ ഇരിക്കും. അതിനായിട്ട് ഇവിടെ ശരിക്കും യൂസ് ചെയ്യേണ്ടത്
ഹോട്ട് എയർ ഗണ്ണാണ്. പക്ഷേ നമ്മുടെ ഗൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ബ്ലോ ടോർച്ച് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. സോ ബ്ലോ ടോർച്ച് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ലൈറ്റർ കത്തിച്ചിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലോ ടോർച്ച് യൂസ് ചെയ്യുമ്പം കഴിവതും ശ്രദ്ധിക്കുക, അടുത്തൊക്കെ വന്നാൽ ആ പൈപ്പ് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ദൂരേക്ക് മാറ്റി പിടിച്ചതിന് ശേഷം അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ആ ഷേപ്പിലേക്ക് നമുക്കതിനെ ഒന്ന് കൊണ്ടുവരാം. മാറിയിരിക്കുന്നതിനെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാം. അതിനകത്തോട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടാണെങ്കിൽ ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് ആ ബെൻഡൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് നമ്മുടെ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് അത് ചെയ്യാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നിങ്ങളുടെ അതിനനുസരിച്ച് അതൊന്ന് ഷേപ്പിലേക്ക് കൊണ്ടുവരാം നമുക്ക്. അതിനുശേഷം നമുക്കിനി നമ്മുടെ സ്പ്രേ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന മാറ്റ് ഫിനിഷ് ഉള്ള ഒരു സ്പ്രേ പെയിൻ്റാണ്. സോ നമുക്കത് ഫുള്ള് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മളൊരു ഹോൾഡർ ഒക്കെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 4-5 PVC പൈപ്പിൻ്റെ ഒരു കട്ട് പീസാണ്. സോ ഇത് അതേ ബ്ലോ ടോർച്ച് കൊണ്ട് നമ്മളൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആവുന്ന സമയം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം അത് നല്ല നേരെ നിവർന്നു വന്നു. അതിനുശേഷം അത് ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള അളവിലേക്ക് നമുക്ക് ആ PVC പൈപ്പ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് എടുത്ത് വെച്ചാൽ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് എൻഡും ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ അതിലേക്ക് ഇറക്കത്തക്ക രീതിയിൽ ഒന്ന് വളച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹോൾഡറൊക്കെ തന്നെ പഴയ സാധനങ്ങളാണ്. തീർത്തും ഇത് മാർക്കറ്റിൽ നിന്നൊന്നും പുതിയതായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചതാകെ സ്പ്രേ പെയിൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഒരു LED ഡിഫ്യൂസറാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇവിടെ LED ഡിഫ്യൂസർ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പഴയ ഒരു LED TV ഇവിടെ കിടന്നതിൻ്റെ അകത്തിരിക്കുന്ന LED ഡിഫ്യൂസറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സോ അതില്ലെങ്കിൽ നിങ്ങൾക്ക് A4 സൈസിലുള്ള പേപ്പർ വേണമെങ്കിലും ഇതിനകത്ത് നല്ലൊരു കട്ടിയുള്ള പേപ്പറാണെങ്കിലും നിങ്ങൾക്ക് റോൾ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളിവിടെ ഒരു പഴയ TVക്കകത്ത് LED ഡിഫ്യൂസറാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ അത് രണ്ട് സൈഡും കറക്റ്റായിട്ട് ലെങ്ത് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോൾഡർ സെറ്റ് നമുക്കിതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് LED ഡിഫ്യൂസറും ഹോൾഡർ സെറ്റും എല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് രണ്ട് എൻഡും ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടിവശം കൂടെ നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അടിവശം ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ അടിവശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് രണ്ടെണ്ണം സ്ക്രൂ ചെയ്തതിന് ശേഷം സാധാ ഫോം ബോർഡിൻ്റെ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ അടിവശം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുത്ത് അതും ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് വൈറ്റ് കളർ ഒന്ന് മാറ്റി ഒരു ഫില്ലിങ് വരുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇത് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റിൻ്റെ കളറൊക്കെ മാറ്റാം. ഇപ്പോൾ വൈറ്റ് LED അതിനകത്ത് യൂസ് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ നോർമൽ സാധാ ലൈറ്റ് ആക്കാം, അല്ലെങ്കിൽ കളർ ബൾബുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതിന് മുന്നമേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കണ്ടന്റുകളുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് താഴെ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളത് എടുത്തിട്ട് നമുക്ക് നല്ല കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ശ്രമിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളി ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരും വരെ V3 സൈനിങ് ഓഫ്.
ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. തിരിഞ്ഞിക്കിട അങ്ങോട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. V3യുടെ പുതിയൊരു വീഡിയോ VT ആയിപ്പോ കേട്ടോ, VT ഒന്നുകൂടെ കട്ട് ചെയ്ത് ഒന്നുകൂടെ എടുക്കാം. എല്ലാവർക്കും V3യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കിടിലൻ എന്താ വെച്ചാൽ ഹാങ്ങിങ് ലൈറ്റ്